നമസ്കാരം, പെരലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരുമ്പൂരുള്ള സായുജ്യൻ്റെ കനലിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് സായുജ് എന്നാണ്. വീട് പൂങ്കുന്നത്താണ്. നമ്മുടെ കനൽ വന്നിട്ട് അരുമ്പൂര് 4-ാം കല്ല് എന്ന് പറയും. ഞാനിവിടെ മെയിനായിട്ട് ചെയ്യണത് സെൻറ്റ് ബെർണാഡ്. ഇത് സെൻറ്റ് ബെർണാഡ്. ഇവൾക്ക് ഇപ്പോൾ 1 വയസ്സായിട്ടുള്ളൂ. ഇവള് ഇമ്പോർട്ടാണ്. ഇവള് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു 10 മാസമുള്ളപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വിത്ത് സർട്ടിഫിക്കറ്റ്. ഇത് വന്നിട്ട് ലോങ് കോട്ട് എന്ന് പറയും. ബെർണാഡിൽ 2 കോട്ടുണ്ട്, സ്മൂച്ച് കോട്ടും ലോങ് കോട്ടും. നമ്മുടെ കയ്യിൽ 2 ഇതുണ്ട്, സ്മൂച്ച് കോട്ടും ഉണ്ട്, ലോങ് കോട്ടും ഉണ്ട്. ഇവരെ നോക്കാൻ ഭയങ്കര മെയിൻ്റെനൻസ് ആണ്. ഡെയിലി ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി 80-120 കിലോ ഒക്കെ തൂക്കം വരും. കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ചെറിയൊരു ടഫാണ്. പക്ഷെ ഭയങ്കര സ്നേഹമുള്ളൊരു ബ്രീഡാണ്. ഭയങ്കര ഗാർഡിങ്ങും ഭയങ്കര തന്നെ അഗ്രസീവ് ടൈപ്പൊക്കെ ഉള്ള ഡോഗാണ്. ഇവർക്ക് നമ്മൾ 3 ടൈംസ് ഫുഡ് കൊടുക്കണം. പെഡിഗിരി, അതേപോലെ തന്നെ ഡ്രൂൾസ്, അതേപോലെ തന്നെ ഡ്രൂൾസിൽ മറ്റേ ചങ്കി ലിവർ ഗ്രേവി ടൈപ്പ് അത് കൊടുക്കണം. പിന്നെ രാവിലെ ഒരു പാക്കറ്റ് ബ്രെഡ് പാല് കൊടുക്കണം. വൈകിട്ട് ചോറും ചിക്കനും. കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളിവിടെ മാവിൻ്റെ അടിയിലായ കാരണം വലിയ ഇതില്ല. എൻ്റെ ആ സ്മൂച്ച് കോട്ട് അങ്ങനെയല്ല. അവൾക്ക് ഒരു ഉച്ച സമയത്ത് നമ്മൾ AC അല്ലെങ്കിൽ എയർ കൂളർ വെച്ച് കൊടുക്കണം. നമ്മളിവിടെ എയർ കൂളറാണ് വെച്ച് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത്. നമ്മൾ ഇവളാണ് ആഴ്ചയിൽ കുളിപ്പിക്കും. ആഴ്ചയിൽ കുളിപ്പിക്കണം. പിന്നെ നല്ല ഉച്ച സമയത്തൊന്ന് വെള്ളം അടിച്ചു കൊടുക്കണം. സെൻറ്റ് ബെർണാഡിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് അസുഖങ്ങൾ വരും. അതേപോലെ തന്നെ ഇവരുടെ കെയറൊക്കെ നമ്മൾ പെട്ടെന്ന് ജട വരും. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് നിർത്തണം. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് പൊട്ടിയാൽ തന്നെ പുഴുക്കേട് വരാൻ സാധ്യത കൂടുതലാണ്. പുഴുവരിക്കാൻ കെയർ ചെയ്യണം. നമ്മൾ കുഞ്ഞു കുട്ടികളെ നോക്കണം, വലിയ ബെർണാഡിനെ നോക്കണം. പിന്നെ വേറെ ഫുഡില് സപ്ലിമെന്റ്സിലൊക്കെ സാധാരണ പോലെ കാൽസ്യം മസ്റ്റായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കാലൊക്കെ ബെൻഡാവും പെട്ടെന്ന്. നല്ലോണം വെയിറ്റ് വരുന്ന ബ്രീഡാണ്. കാൽസ്യം മെയിനായിട്ട് കൊടുക്കണം ഇവർക്ക്. സ്റ്റാർ കോട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ. ഇതിന്റെ പപ്പീസ് കൊടുക്കാനില്ല. ഇപ്പോൾ നമ്മളിപ്പോ ഫസ്റ്റ് ഹീറ്റിൽ ഇവിടെ ചെയ്യിക്കില്ല, സെക്കൻഡ് ഹീറ്റിൽ നമ്മൾ ചെയ്യിക്കുള്ളൂ. രണ്ടെണ്ണം ഉണ്ട്. സ്മൂച്ച് കോട്ടും ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ ബെർണാഡാണ്. ഇവള് സ്മൂച്ച് കോട്ടാണ് വരുന്നത്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 10 കുട്ടികളുണ്ടായിരുന്നു. 5 കുട്ടീനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡെലിവറി ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഡെലിവറി. സെൻറ്റ് ബെർണാഡിന്റെ ഡെലിവറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് 10 കുട്ടിയൊക്കെ വരും സെൻറ്റ് ബെർണാഡില്. ഇവര് 80, ഇവള് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നതാ. ഇവള് ഈ കുട്ടികളുടെ മേത്ത് കയറി കെടുക്കുള്ളൂ. അങ്ങനെ ഡെഡാവും. നമ്മൾ ഭയങ്കര കെയർ ചെയ്യണം സെൻറ്റ് ബെർണാഡിന്റെ കുട്ടികളാണ്. മറ്റന്നാ പട്ടികളായിട്ടും കൂടുതൽ കെയർ ചെയ്യണം. ഇവളെ തന്നെ നോക്കാൻ സുഖ. ഇപ്പോൾ ഉള്ള പപ്പീസ് കൊടുക്കാണ്ട്. ഇവള് വന്നിട്ട് കിരങ്കോടാര ലൈനേജാണ്, ബാംഗ്ലൂര്. വിത്ത് കേസ് നമ്മളൊരു 40 രൂപയ്ക്കുള്ള പപ്പീസിന് നമുക്ക് കൊടുക്കാം. ഇപ്പൊ 4 പപ്പീസ് കൊടുക്കാണ്ട്. മെയില് ഫീമെയില് സ്റ്റഡ് പപ്പി വരെ നമ്മുടെ കയ്യിലുണ്ട്. കൊടുക്കാം നമുക്ക് വിത്ത് പേപ്പർ. അല്ല ലോങ് കോട്ടിനോണ്ട്.
ഇതിൽ പിന്നെ മാർക്കിംഗ് ഒക്കെ ഉണ്ടോ? മറ്റേ ആ മാർക്കിംഗ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അവളും മാർക്കിങ് മറ്റേ ഡബിൾ സൈഡ് മാർക്കിംഗ് ഉള്ളതാണ്, ഇവളും മാർക്കിംഗ് ഉള്ളതാണ്. മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രണ്ട് ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബ്ലാക്ക് കളർ. ബ്ലാക്ക്. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള സെന്റ് ബെർണാർഡിന്റെ പപ്പീസാണ്. ഇതിപ്പോ എത്ര റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളൊരു 40 രൂപയ്ക്ക് കൊടുക്കും, 40 രൂപ. ഇതിപ്പോ വിത്ത് പേപ്പർ. വിത്ത് പേപ്പറാണല്ലോ. ആ നല്ല മാർക്കിംഗ് ഉള്ള പപ്പി. ആ ഡബിൾ സൈഡ് മാർക്കിംഗ് ഉള്ള പപ്പീസാണ്. ഇതൊക്കെയാണ് നമ്മുടെ കെനൽസിലെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ അവിടെ ബോർഡിങ് ഫെസിലിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റഡിങ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെൻറ്റ് ബെർണാർഡിൻ്റെ പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോബർമാൻ്റെ പപ്പീസ് ഉണ്ട്, ലാബിൻ്റെ പപ്പീസ് ഉണ്ട്. ആവശ്യമുള്ളവർ നമ്മളതിനെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞാനിവിടെ സ്റ്റഡിങ് ഫീ മേടിക്കാറില്ല, പപ്പി മാത്രമേ എടുക്കാറുള്ളൂ. ഒരു പപ്പി ഇല്ല. നമ്മുടെ കയ്യിലൂടെ ലാബ് ഉണ്ട്, പിന്നെ ഗോൾഡൻ, ഡോബർമാൻ ഇല്ല, ബെർണാഡ്, ഗോൾഡൻ മാത്രമേ ഉള്ളൂ. ലാബ്, ഗോൾഡൻ, ബെർണാഡ്. സ്റ്റഡ് സർവീസ് ഉണ്ട്, പപ്പി മാത്രം. ഓക്കെ, താങ്ക് യു.